തോമേട്ട ഒരു കഷ്ണം പുട്ട്. ശത്രു ദാ അവിടെ പുട്ട് ചോദിക്കണ്ട്. ആണോ? പുട്ടകത്തായിക്കൊണ്ടിരിക്കുക. ആവി വന്നു, ഇപ്പൊ പുറപ്പെടും. ഹലോ, പ്ലീസ് സിറ്റ് ഡൗൺ. ചാറ് കുറെ ആയല്ലോ, ഒരു കറി മേടിക്കടോ. എന്തായി? എന്താ വേണ്ട സായിപ്പേ? ഹായ്, വാട്ട് യു വാണ്ട് എന്ന് ചോദിക്കടാ. വാട്ട് യു വാണ്ട്? ദോശ ചമ്മന്തി. എവിടത്തെ സായിപ്പായിട്ട് എന്താ കാര്യം? സ്റ്റാർ റോഡിലെ താമസവും ഈ തട്ടുകടയിലെ ഫുഡും. അതാടാ ഈ കൊച്ചു തോമയുടെ കൈപുണ്യം. ഒരു പ്രാവശ്യം ഇവിടുന്ന് ദോശയും ചമ്മന്തിയും കഴിച്ച ഈ സായിപ്പല്ല അവന്റെ അപ്പാപ്പൻ വരെ കപ്പല് കയറി ഇവിടെ വരും. പോടാ. കപ്പലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, നീ വാസ്കോഡിയാമനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതെന്ത് സാധനമാണ്? കോഴിക്കോട് ആദ്യമായിട്ട് കാലുകുത്തിയ ആള്. അതുവരെ അയാൾ കൈകുത്തിയാണ് നടന്നിരുന്നത്. പോടാ പോടാ പോടാ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കണ്ടത് സത്യം. മണിയടിച്ചു. ഗാന്ധിജിയുടെ വലങ്കയ്യായിരുന്ന ആളറിയില്ല. ഹലോ ഹലോ, ഐ ആം ചന്ദ്രശേഖര മേനോൻ ഫ്രം സിംഗപ്പൂർ. ബാറ്റു ബാണ്ട്. ചോദിച്ചത് കേട്ടില്ലേ? ബാറ്റു ബാണ്ടെന്ന്. Can I speak to കൊച്ചു തോമ? അവിടൊന്നും ബാറ്റു ബാണ്ടാണല്ലോ. മലയാളം പറയട പട്ടി. അതെ, പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ആരെ വേണ്ടേ? എന്താ വേണ്ടേ? ഐ എം സോറി, കൊച്ചു തോമയ്ക്കൊന്ന് കൊടുക്കൂ. എന്റെ മുതലാളി തോമേട്ടൊക്കൊന്ന് കൊടുക്കണോന്നാ? ഒരിക്കലും ഞാനത് ചെയ്യില്ല. നീ ആരോടാ ഈ സംസാരിക്കണേ? ഒരുത്തൻ തോമേട്ടനിട്ടൊന്ന് കൊടുക്കാൻ പറയണേ. നീ ആ ഫോൺ ഇങ്ങോട്ട് തന്നേ. അങ്ങോട്ട് വരാൻ പറ്റില്ല, ഇങ്ങോട്ട് വാ. കഴുത പോയി ദോശ മറിച്ചിട. ദോശ മറിച്ചിടാൻ തല്ലാനാ? ഹലോ, ഞാൻ കൊച്ചു തോമ. ആരാ സംസാരിക്കണേ? എടോ, ഞാൻ മേനോനാടോ. എന്റെ ഈശോയെ, ഈ ശബ്ദം കേട്ട കാലം മറന്നു. എന്താ വിശേഷിച്ച്? ഒരു വലിയ വിശേഷം പറയാനാ വിളിച്ചത്. എടോ, ഞാൻ ഇവിടുത്തെ ബിസിനസ് ഒക്കെ അങ്ങ് അവസാനിപ്പിക്കുക. ബാക്കിയുള്ള കാലം നമ്മുടെ നാട്ടിലെ മണ്ണും പച്ചപ്പും കണ്ട് ആ ഹോട്ടലിൽ നടത്തി ജീവിക്കാൻ തീരുമാനിച്ചു. അതാ നല്ലത്. എന്റെ മോളുടെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തണമെന്നുണ്ട്. അത് അവളുടെ അമ്മയുടെ ആഗ്രഹമായിരുന്നു. നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കേണ്ട ചുമതല ഞാൻ തന്നെ ഏൽപ്പിക്കുകയാണ്. എന്റെ കർത്താവേ, ലക്ഷ്മി മോൾക്ക് കല്യാണ പ്രായമായ. ഞാൻ ഈ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് കണ്ടതാ. ഫോൺ മോൾക്കൊന്ന് കൊടുത്തേ. അവൾ ഇവിടെ ഇല്ല, പുറത്തു പോയിരിക്കാണ്. എന്താ അവിടെ? എന്റെ കാലിൽ ചവിട്ടി. അത് ഈ കുട്ടിക്ക് താളമില്ലാഞ്ഞിട്ടായിരിക്കും. താളം തെറ്റിച്ചത് ആ കുട്ടികളല്ല, കുട്ടിയാ. അത് ടീച്ചർ താളമിട്ടെന്റെ കുഴപ്പമായിരിക്കും. എനിക്ക് താളമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ കൂടി തോന്നണ്ടേ? ഒരു വിദ്യാർത്ഥിയോട് ടീച്ചർ ഒരിക്കലും അങ്ങനെ പറയരുത്. ഞാൻ വളർന്നു വരുന്ന ഒരു യുവപ്രതിഭയല്ലേ. നാളെ ഞാൻ ആരായില്ലെന്ന് ആര് കണ്ടു? ഒരു കലാതിലകമായാലോ, കാവ്യമാധവനെ പോലെയോ, മഞ്ജു വാര്യരെ പോലെയോ, നവ്യ നായരെ പോലെയോ നാളെ ഞാൻ സിനിമയിൽ കയറി വരും. നൃത്തം ഒരു വലിയ മഹാസാഗരമാണ്. ടീച്ചർ അതിൽ മുങ്ങി തപ്പിക്കോളൂ. ഞാൻ അതിന്റെ തീരത്തിരുന്നൊരു ചൂണ്ട കിട്ടോ. ടീച്ചറെ, ഇവിടെ ഡാൻസ് പഠിപ്പിക്കാൻ ചേർത്തിട്ടേ എന്റെ കൊച്ചിന്റെ കാല് ദേ കണ്ടോ, ഈ പരുവത്തിലായി. പറയടി, ഇതിലേത് കുട്ടിയാ നിന്റെ കാല് ചവിട്ടി ഓടിച്ചത്? അയ്യടാ, ഇതാ കുട്ടി. എന്റെ പൊന്നു ടീച്ചറെ, ആനയുടെ അടിയിൽ കൊണ്ടുപോയി ആട്ടുംകുട്ടികളെ ആരെങ്കിലും കെട്ടുവോ? ഇവനൊന്നും വേറെ ഒരു തൊഴിലുമില്ല. കോമാളിത്തരം കാണിച്ചോണ്ട് നടക്കുന്നു. ചേട്ടൻ അത് മാത്രം പറയരുത്. ചേട്ടന്റെ മോളെ നൃത്തം പഠിപ്പിച്ചൊരു വലിയ നിലയിലാക്കണമെന്ന് ചേട്ടൻ ആഗ്രഹമില്ല. അതുപോലെ എന്റെ മാതാപിതാക്കൾക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ചേട്ടാ. എന്റെ അമ്മ ആ ആഗ്രഹം സാധിക്കാതെ മരിച്ചുപോയി. ഇപ്പൊ അപ്പന് വേണ്ടി ഞാൻ രാപ്പകൽ നൃത്തം പഠിച്ച് അഭ്യാസം കളിച്ചോണ്ടിരിക്കുക. പിന്നെ കുട്ടികളല്ലേ ചേട്ടാ ഞങ്ങള്. ചട്ടിയും കലകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കില്ലേ? ചേട്ടൻ നോക്കൂ, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നർത്തകരാവും. ഇത് സത്യം, ശരിക്കും സത്യം. ഫോണടിച്ച് എന്താടാ ഗുലാനെ, ആ കില്ലാടി രാജ വന്ന് ഇവിടെ മൊത്തം അടിച്ച് തകർക്കേണ്. ഒന്ന് പെട്ടെന്ന് വാ. ഞാൻ ദേവൻ. ടീച്ചറെ, ഇന്ന് എനിക്ക് ലീവ് വേണം. എന്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ചെറിയ പ്രശ്നം, അത് തീർത്തിട്ട് വരാം. താങ്ക് യു. അയ്യോ, മറന്നുപോയി.
ചേട്ടാ ഈ കുട്ടിയുടെ ആശുപത്രി ചെലവ് ഞാൻ തരാൻ കേട്ടോ. ഓ എവിടുന്ന് വരുന്ന ഇതൊക്കെ? ഇയാളാണ് പുതിയ CI. നിനക്ക് നേരത്തെ അറിയായിരുന്നോ? ദോശ കൊടുത്തോ? ദോശ കൊടുത്തില്ല, കണ്ട് പോഷ കൊടുത്തു. അയ്യോ, എന്റെ ഈശ്വരാ. അയാളിങ്ങോട്ട് വന്നു. സാർ, ഇവൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ நீ ஒண்ணும் சொல்ல வேண்டாம். அந்த பொண்ணு ஓடி போயிட்டா போய் புடி. സാർ போங்கல. ஏய் நீ எங்கடா போற? Who are you? അയാമേ കുഞ്ഞുവൻ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. I am Circle Inspector ആറുമുഖം. ക്ലാച്ച് വെച്ചു. എവൻ കിട്ട മോദല. എന്റെ പൊന്ന് സാറേ, ഞാൻ ആളറിയാണ്ട് ഒന്ന് തന്നുപോയി. സാറും ക്ഷമിച്ചു, ഞാനും ക്ഷമിച്ചു. കോംപ്രമൈസ്. എന്താടാ കോംപ്രമൈസ്? പതുക്കെ ചവിട്ട് അലമാരി പൊളിഞ്ഞു പോകും. സർക്കാരിന്റെ കാശല്ലേ. ഇതെല്ലാം സ്ട്രോങ് വിറ്റിക്കൊന്നും പറ്റില്ല. മിസ് പண்றியா? പിന്നെ സാറിന്റെ ഇടി മുഖം വെച്ച് ബ്ലോക്ക് ചെയ്യാൻ എനിക്കെന്താ പ്രാന്ത? നല്ലോണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ തടിയാണ് സാറേ. സാറിന് അങ്ങനെ ഇടിച്ചു പഠിക്കാൻ തരാൻ ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ ഇടിച്ചു നോക്കി. അടി എന്റെ ദേഹത്ത് കൊണ്ട ഏത് കോഞ്ഞിക്കലിലെ പോലീസുകാരനെ അലിച്ചിട്ട് ഞാൻ തിരിച്ചടിക്കും. അതുകൊണ്ടല്ലേ ഞാൻ ബ്ലോക്ക് ചെയ്തത്. ഇയാളാണ് കൊള്ളാവല്ല. വേണം വിടണോ? വിടാശാനെ വിട സാറേ, വിടുന്നാണ് സാറിനല്ലേ എനിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഞാൻ നിന്ന പോലീസുകാരനല്ല. ഏത് കച്ചറ പാർട്ടിയാണെങ്കിലും എന്റെ കൈ വെറുതെ ഇരിക്കലുണ്ട്. വേണ്ട വിളയാടാതെ. എനിക്ക് തമിഴ് അറിയാൻ പാടില്ല സാറേ, അതുകൊണ്ടല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. വേണ്ട சொன்னா കേള്. അയ്യോ സാറേ, അല്ലെങ്കിൽ തന്നെ എനിക്ക് പോലീസുകാരനെ തല്ലി എന്നൊരു ചീത്തപ്പേരുള്ളത്. അതിന് സാറായിട്ട് മാറ്റാൻ നിൽക്കണം. സാർ ലോക്കപ്പിക്കണം തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു നാറ്റോണെന്നറിയാവോ? நான் லாக்கப்ல இருந்து வெளியே வந்துட்டா நின்ற அவசானமா புரிஞ்சுடா? സാർ എപ്പ ലോക്കപ്പിൽ നിന്ന് വെളിവരുമെന്ന് പറ, ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട വിളയാടാതെ. സാറേ, വരാനുള്ളത് വഴി തങ്ങലെന്ന് പറഞ്ഞ വെറുതെ അല്ല. ഫോണ് വന്നു, സാറിനായിരിക്കും. എടുക്കട്ടെ. வேண்டாம், பிரச்சனையை பெருசாக்காத. சொன்னா கேளு, அது எனக்கு வந்த போன்டா. ഹലോ എടോ അർമുഖൻ, ഞാൻ എസ്പിയാ. நீ பேசாத, மரியாதை போன் கிட்ட கொடு. ഹലോ, ഞാൻ ആർമുഖം പേசுறேன் സാർ. നാളെ ഗവർണർ കോഴിക്കോട് വരുന്നുണ്ട്. എല്ലാ സെക്യൂരിറ്റിയും വേണ്ട വിധത്തിൽ കൊടുത്തേക്കണം. സെക്യൂരിറ്റിയാ? ഞാൻ കോപ്പ് കൊടുക്കും. அது வந்து எஸ்பிடா, என் வேலை போயிடும். വേല പോവാ. പോട്ടെ. നീ പോടാ പെരുക്കി, പട്ടി, പൂച്ചെ, കോഴി. റാസ്കൽ. എന്താ പറഞ്ഞത്? ലോക്കപ്പ് എന്നിറങ്ങിയാൽ എന്നെ ഉലത്തുമെന്നു തമിഴ് പയ്യൻ. നാളെ നിന്റെ തലയിൽ തൊപ്പി ഉണ്ടെങ്കിലല്ലേ നീ എന്നെ വലത്തുള്ളു. അന്നാ നാളെ രാവിലെ ഒരു SP ഓഫീസിൽ സസ്പെൻഷൻ ആർഡർ. ഡിസ്റ്റർബൻസ് ആയ சாவியா கொடுத்துட்டு போடா. லாக்கப்ப திறந்துட்டு போடா. എന്തായാലും ആ പെൺകൊച്ചിന് തക്ക സമയത്ത് രക്ഷപ്പെടാൻ തോന്നി നന്നായി. CI ചോദിച്ചാൽ സിറ്റി മുഴുവൻ അരിച്ചു പതുക്കി കണ്ടില്ല എന്ന് പറഞ്ഞാ മതി. ആ പ്രശ്നം സോൾവ് ആയോ? പ്രശ്നമൊക്കെ എപ്പോഴേ സോൾവ് ആയി. അങ്ങനെ മെരുങ്ങുന്ന ഇനമല്ലല്ലോ, പിന്നെ എങ്ങനെ മെരുക്കി? മെരുങ്ങിയില്ല, ഞാൻ സസ്പെൻഡ് ഡിസ്മിസ് ലോക്കപ്പ് ചെയ്തു. എന്റെ ഭഗവാനെ, നീ എന്തോന്നായി കാണിച്ചത്? ഇത് നിന്നെ വെറുതെ വിടുവോ? നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. അങ്ങനെ ഒളിച്ചു പോകാനൊന്നും എന്നെ കിട്ടിയാലോ. കുഞ്ഞുമോനെ, എന്നെ കുഴപ്പിക്കല്ലേ. പിന്നെ സാറിന്റെ സമാധാനത്തിനൊരു ഒരു കാര്യം ചെയ്യാം. എന്റെ അപ്പൻ എന്നോട് എറണാകുളത്തോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. അല്ലാതെ ഈ കോക്കാനെ പഠിച്ചിട്ടൊന്നുമല്ല. എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി. സാറ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. കുറച്ച് കഴിഞ്ഞ് തുറന്നുവിട്ടാ മതി. അവൻ എവിടെയെങ്കിലും പോയി ഒന്ന് പറ്റട്ടെ. അവിടെ കിടക്കട്ടെ. നിനക്കൊക്കെ ചാകാൻ വേറൊരു വഴിയും കണ്ടില്ലേ? ചേട്ടാ, ഇത് വല്ല ഇതായി പോയല്ല. എടി, റോട്ടിൽ നിന്ന് മാറി വണ്ടി എടുക്കട്ടെ. പണ്ടാരേ, ഇത് പൊട്ടിയാണ്. എടി, റോട്ടിൽ നിന്ന് മാറാൻ നോക്കി പേടിപ്പിക്കല്ലേ. ഞാൻ ഇച്ചിരി വശപ്പശ കാണു കേട്ടാ. എന്റെ അടുത്ത് കളിക്കരുത്. ഞാൻ ഗുലാന്റെ ആളാ. ഗുലാന്റെ പെണ്ണ. ഇതാണ് കേശും സാമിയണ്ണനും പറഞ്ഞ കിളി, വേകിളി. ഗുലാന്റെ പെണ്ണോ? അയ്യോ, കണ്ടാ തോന്നുകേട്ടാ. ഞാൻ ആളറിയാണ്ട് എന്തെങ്കിലും പോഴത്തരം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചേച്ചി ക്ഷമിക്കണം. ചേച്ചിക്ക് പാതിരാത്രിക്ക് എന്തെങ്കിലും സഹായം എന്റേത് വേണ്ടി വരുമോ? തൽക്കാലം ഒന്നും വേണ്ട. ഒന്നും. എന്നാ പിന്നെ വഴി അങ്ങോട്ട് മാറിയിരുന്നേ ഞാൻ അങ്ങോട്ട് പോയേനെ.
ആ മര്യാദക്കൊക്കെ വണ്ടി ഓടിച്ച് പോവാൻ നോക്കും അയ്യോ ഇനി ആരെങ്കിലും വട്ടം ചാടിയാ പോലും ഞാൻ ബ്രേക്ക് ഔട്ടിയല്ല. അപ്പൊ താൻ വിവരം അറിയും. ഗുലാനോട് പറയരുത് കേട്ടാ. ഇല്ല താൻ എങ്ങോട്ടാ പോണത്? കൊച്ചിക്ക്. കൊച്ചിക്കോ? കൊച്ചിക്ക് പോണ്ടേ? കൊല്ലത്തിന് പോവാ. വേണ്ട വേണ്ട, ഞാനും വരാം കൊച്ചിക്ക്. എന്റെ കൂടെ? അയ്യോ ഞാനൊരു പ്രായപൂർത്തിയായ ചെറുപ്പക്കാരൻ, എനിക്ക് നല്ല കൺട്രോളാ. ചേച്ചിക്ക് നല്ല കൺട്രോൾ ആണെങ്കിൽ പോക്കളിപ്പോയിരിക്കും. ഓ ചുമ്മാ വാജ് ഓടിക്കാതെ വണ്ടി എടുക്കണോ? കൺട്രോൾ ആണല്ലോ. ദേ, ചേച്ചി നമ്മള് രണ്ടുപേരെ ഈ അസമയത്ത് അസ്ഥാനത്ത് കണ്ട ഗുലാൻ ചേട്ടനെങ്ങാനും സംശയിക്കൂ? എടോ എന്റെ ഗുലാൻ തന്നെ പോലെ ഒരു മരം കൊണ്ടെന്ന് കണ്ടിട്ട് സംശയിക്കുന്ന ആളല്ല. ചേച്ചി ഇന്നലെ പോലീസിനെ കണ്ടപ്പോ പതുങ്ങിയത്? താനെന്തിനാ പതുങ്ങിയത്? എനിക്ക് പോലീസിനെ കണ്ട അലർജിയാ. എപ്പിടപ്പി. എപ്പിടപ്പിയോ? അതെ, ചെറുപ്പം മുതലുള്ള എടുക്കും. എനിക്കും പോലീസിനെ കണ്ട എപ്പിടപ്പിയോ? വണ്ടി എടുക്കണോ? ഗുലാൻ ചേട്ടനോട് പറയരുത് കേട്ടാ. സാറ് വിചാരിച്ച മാതിരി അത്ര കുഴപ്പക്കാരൊന്നും അല്ല ഈ ഗുലാൻ. நீ ஒண்ணும் പറയണ്ട, எல்லாம் எனக்கு தெரியும். இது என்னோட மான பிரச்சனை. எனக்கு வேணும், அவ வேணும், அந்த குலான் வேணும். என்ன இல்லன்னு சொன்னா நிக்கணும். எங்களுக்கு என்ன வேற வேலை வெட்டி இல்லைன்னு நினைச்சியா? നമുക്ക് രണ്ടുപേർക്കും പോലീസിനെ കാണുമ്പോ എപ്പിടപ്പി ആയതുകൊണ്ട് തിരിച്ചു പോകാല്ലേ? அவன்டா குலான் குலான் தள்ளுடா. വേഗം. അത് നീ വണ്ടിക്ക് അതിന് മാത്രം ഗിയറൊന്നുമില്ലെന്ന്. എന്താ? എന്റെ പൊന്നു ചേച്ചി, വണ്ടിയുടെ പണിക്കുറ്റം തീർന്നെന്നാ തോന്നുന്നത്. My God, എനിക്ക് വയ്യ. എനിക്ക് എന്ത് ചെയ്യാം? അയ്യോ. My God. മൈകൂടെന്ന് പറയില്ല, നമ്മുടെ കൂടെ എന്ന് പറയാം. എന്റെ കാര്യം കൂടെ പറയണ്ടേ? ഏതാണോ തന്റെ വണ്ടി? ഇതാണ് സാർ. തനിക്ക് യൂണിഫോം ഇല്ലേ? ഉണ്ട് സാർ. എന്റെ വണ്ടിക്ക് ഇച്ചിരി ബ്രേക്ക് കുറവാ. താൻ ഈ വണ്ടി കൊണ്ട് സ്റ്റേഷനിൽ ഇട്ടിട്ട് തന്റെ വണ്ടിയുടെ താക്കോലിങ്. സാർ അത് പേടിക്കണ്ടോ? ഞാൻ പോലീസുകാരനാണെങ്കിലും മനസ്സാക്ഷിയുള്ളവനാ. വണ്ടിയും വണ്ടിയുടെ വാടകയായിട്ടൊരു പീസിനെ നാളെ ഇങ്ങോട്ട് വിട്ടേക്കാം. താൻ താക്കോലെടുക്ക്. കയറിക്കോടി. വൈഫാ, ഞങ്ങളൊരു പടത്തിന് പോയതാണ്. എടോ താനാ സിഗ്നലേറ്റ് ഓഫ് ആക്കിയേക്കണേ. ശരി സാർ. വൈഫ് എന്ന് പറഞ്ഞേ എന്നാലല്ലോ ഇതുണ്ട്. കഴുത പറയാതെ ഈ മരം കൊണ്ടൻ എവിടെ പോയി കിടക്ക പൊട്ടൻ.
എല്ലാം മോളിൽ നിന്നൊരാളെ കേൾക്കുന്നുണ്ട്. ഇവിടെ ഇവിടെ ഇവിടെ. താൻ അവിടെ എന്തെടുക്കുക? ഞാൻ ഉറക്കം വരാതെ കിടന്നുറങ്ങിയിരുന്നു. താഴോട്ട് ഇറങ്ങി പാടോ. പോത്ത് പോലെ കിടന്നുറങ്ങണ ചേച്ചിയുടെ അടുത്ത് പ്രായപൂർത്തിയായി ഞാൻ എങ്ങനെയാണ് കിടന്നുറങ്ങണത്? തന്നോട് ആര് പറഞ്ഞു ഉറങ്ങാൻ? ഉറങ്ങണമെങ്കിൽ ആരെങ്കിലും പറയണം. ഇപ്പൊ കൊച്ചിലെത്തേണ്ട നേരമായി. ഉറങ്ങാണ്ട് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ കൊച്ചിയിലല്ല അങ്ങേ ലോകത്തെത്തിയാനെ. ഞാൻ സ്വർഗത്തിലും താൻ നരകത്തിലും. അതിനെ എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഇറങ്ങിക്കോണം. താൻ എന്നെ ഇവിടെ ഇറക്കി വിടുവോ? വിടും. ഞാനിത് ഗുലാനോട് പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ, അങ്ങനത്തെ കടങ്കൈ ഒന്നും ചെയ്തുകളല്ലേ. ചേച്ചി വണ്ടിയിലോട്ട് കയറി. ഗുലാനോട് പറയരുത് കേട്ടാ, ഞാനൊരു പാവല്ലേ. പോകല്ലേ? പൊക്കോട്ടെ. ഒന്ന് പോടോ തന്റെ. ഓ, ചേച്ചി എന്താ ചേച്ചി ആലോചിക്കുന്നത്? ദേവേദി ചേച്ചി ചേച്ചി എന്നുള്ള വിളി ഒന്ന് നിർത്തുവോ? പിന്നെ ചേച്ചിനെ ഞാൻ എന്താ ചേച്ചി വിളിക്കേണ്ടത്? മാഡം എന്ന് വിളിച്ചാ മതി. മാഡം. ആ. മാഡം ഗുലാനുമായിട്ട് നല്ല ഇതാ അല്ലേ? ഏത് നല്ല ഇതാ? മാഡത്തിന് ഈ ഗുലാൻ എന്താണ് വിളിക്കുന്നത്? ലക്ഷ്മിന്ന് ഒത്തിരി സ്നേഹം വരുമ്പോ മോളേന്നും വിളിക്കും. അയ്യേ, മോളെ എന്നാ? ആ, അങ്ങനെ വിളിച്ച എന്താ കുഴപ്പം? അങ്ങനെ വിളിച്ചാ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അല്ല, ഈ ഗുലാനെ എവിടെ വെച്ചാ മാഡം പരിചയപ്പെട്ടത്? കോളേജിൽ വെച്ചാ. കോളേജിൽ വെച്ചാ? അതിന് ഗുലാൻ കോളേജിൽ പോയിട്ടുണ്ടാ? പിന്നെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോ പുള്ളിക്കാരൻ PG സെക്കൻഡ് ഇയറാ. ആണാ? പിന്നല്ലാതെ. ഈ ഗുലാൻ കാണാൻ ആളെങ്ങനെയാണ്? സുന്ദരനാണ്. പിന്നെ അമിതാഭ് ബച്ചന്റെ പൊക്കോ. സൽമാൻ ഖാന്റെ ബോഡി. രജനീകാന്തിന്റെ സ്റ്റൈൽ. പിന്നെ സൂപ്പർ ഡാൻസറാ. ഡാൻസറാ? എന്റെ ദൈവമേ, ഇനിയും പുള്ളിക്കാരനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അയ്യോ മതിയേ, ഇനി അങ്ങാട്ട് കേൾക്കാനുള്ള ത്രാണി എനിക്ക് ഇല്ല ചേച്ചി. അല്ല മാഡം. ഇത് തന്നെയല്ലേ മാഡം പറഞ്ഞ ഫ്ലാറ്റ്? അതെ, താങ്ക്സ്. ഓ, പിന്നെ ഞാൻ തന്നെ കുറിച്ച് ഗുലാനോട് പ്രത്യേകം പറയുന്നുണ്ട്. ഓ, തനിക്ക് കാശ് വല്ലതും വേണോ? അയ്യോ മാഡം എന്നാ അങ്ങനെ കാണരുത്. ശരി, എന്നാ വരട്ടെ. ഓ സോറി സോറി, തന്റെ മൊബൈൽ നമ്പർ എത്രയാ? എന്തിനാ? ചുമ്മാ ഇരിക്കട്ടെ, വല്ല ആവശ്യം വന്നാ വിളിക്കാലോ. 9847051751. 984701. ആ, പേര് ചോദിക്കാൻ മറന്നു. എന്താ തന്റെ പേര്? ഗുലാൻ. Yes. GULAN. ഗുലാൻ. കാതറേ, ഉണ്ണിത്താൻ മുഴുവൻ കാശുമായിട്ട് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. വേണ്ടത് ചെയ്തു. ഒന്നുമില്ല. Sweet lips.
എല്ലാം പോയല്ലോടാ. ഇനിയിപ്പോ കരഞ്ഞിട്ട് എന്താ കാര്യം? പട്ടാപ്പകൽ നഗരത്തിന്റെ നടുവിൽ വെച്ച് ഒരാളെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തുക, പണം തട്ടിയെടുത്ത ശേഷം വിജനമായ റോഡിൽ ആളെ ഉപേക്ഷിച്ച് കടന്നു കളയുക. ഇതെന്താ സാർ, വെള്ളരിക്കപ്പെട്ടണോ? யோ எர்ணாகுளம் சிட்டில சகலமான பிச்சைக்காரங்களையும் கொஸ்டின் பண்ணியாச்சு. நீங்க சொன்ன மாதிரி டிரைவிங் தெரிஞ்ச பிச்சைக்காரங்க யாருமே இல்ல. പോണ ക്യാഷ് ബ്ലാക്ക് മണി ആണതിനാല കേസ് രജിസ്റ്റർ ചെയ്യവും മുടിയാതെ. ഇതൊരു സാധാരണ കള്ളനായിരുന്നെങ്കിൽ അച്ഛന്റെ പോക്കറ്റിലുള്ള പണവും ഈ സ്വർണവും മൊത്തം അടിച്ചു മാറ്റിയാണ്. ഇത് അങ്ങനെയല്ലല്ലോ. ആ പക്ഷെ കള്ളൻ ഞാനായിരുന്നെങ്കിണ്ടല്ല സാറിന്റെ അടിവസ്ത്രം വരെ അടിച്ചാൻ മാറ്റിയനെ. ഇതാ വലിയ തുക മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആസൂത്രിതമായ കവർച്ചയാണ്, സംശയമില്ല സാർ. അതിന് ഈ ഡീലിംഗ് നമ്മളല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. யாராணிகளுக்கு பணம் கொடுத்தது? ഒരു രാമസ്വാമി. கண்டிப்பா அந்த பணம் போனதுக்கு காரணம் அந்த ராமசாமி தான். திருட்டு ராஸ்கல். എന്നെ ഭേദ്യം ചെയ്തതുകൊണ്ടോ ചോദ്യം ചെയ്തതുകൊണ്ടോ ഒരു കാര്യമില്ല. അബ്സല്യൂട്ട്ലി നോ യൂസ്. ഞാൻ അപ്പോഴേ പറഞ്ഞു പണം സൂക്ഷിക്കാൻ. അപ്പോ ഇവർക്ക് അഹങ്കാരം കേട്ടില്ല. They didn't hear me. ഇപ്പോ പണം കള്ളന്മാർ കൊണ്ടുപോയി. ഞാൻ എന്ത് ചെയ്യാൻ? What can I do? ഒന്നും தெரியாத மாதிரி நடிக்கிறியா? എന്റെ മുതലാളിയുടെ വണ്ടിയുടെ ഹോൺ. He is coming. എന്റെ മുതലാളി വന്നു. മുതലാളി. നെറ്റിപ്പട്ടം ഞണ്ടക്കാരും വേണ്ടതായിരുന്നു. അയ്യടാ അത് പറഞ്ഞപ്പോ ആനയുടെ ഗമ കണ്ട. നിന്നെ ഞാൻ സെക്യൂരിറ്റി ആനെ കൊണ്ട് പുറത്തു പോടോ, പുറത്തു പോവാൻ. മോനെ ഗണേശ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിഘ്നം വരുത്തുന്ന ഈ വിഘ്നത്തിന്റെ ഒരു ചെറിയ പണി കൊടുത്തേ. ആ സെക്യൂരിറ്റിയോടെ പോയി. ഹലോ, നീ ഓനാണെങ്കിൽ നല്ല ഹോഴ്സ് പവർ കേട്ടോ. ഗണേശ ഒന്ന് ചവിട്ടിക്ക, ഒന്ന് ചവിട്ടിക്ക, ഒന്ന് ചവിട്ടിക്ക, ഒന്ന് ചവിട്ടിക്ക. ഇവനെന്താ ഇവിടെ കാര്യം? അതെ ഞാൻ പറയാം. I will tell you. ഇദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞ മുതലാളി. അതായത് ഈ ഹോട്ടലിലെ ബാറ് ലീസിനെടുത്തിരിക്കുന്ന മുതലാളി. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, നോം എന്താ ഈ കാണണേ? എന്റെ തമിഴ് പയ്യനല്ലേ നിക്കണേ? നാം കോഴിക്കോട്ട് ചെന്നാൽ അവിടെ, കൊച്ചിയിൽ വന്നപ്പോൾ ഇവിടെ. എന്തൊരു മറിമായം! എന്റെ വേകുലമാധവ, ഇയാളെങ്ങനെ ഇവിടെ വന്ന്? പാപി ചെല്ലുന്നിടത്തൊക്കെ ഈ പാതോളം പറ്റുണ്ടല്ലോ, പണ്ടോരോടങ്ങാൻ. എന്തെങ്കിലും ആവട്ടെ, സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി കുട്ടിന്. ശരി. മര്യാദയാ യാനെ കുട്ടി വെള്ള പോ. ആനകാലത്തെ വിളിക്ക് പോയതാണല്ലോ. സാറിനല്ലെങ്കിലും പണ്ടേ താളമില്ല അല്ലേ? ഇവൻ അറസ്റ്റ് ചെയ്ത് ജീപ്പിലെ പോണം. അല്ല സാറേ, എന്ത് കേസിന്റെ പേരിലാണ് സാറിനെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലോട്ട് കയറ്റാൻ പറയണത്? നമ്മൾ തമ്മിൽ കോഴിക്കോട്ട് വെച്ചൊരു കേസ് ഉണ്ടായി. ആ കേസ് എന്തുകൊണ്ടാണ് കേസല്ല എന്നുള്ള കേസ് സാറിന് മനസ്സിലായിട്ടുണ്ടല്ല. പിന്നെ ഏത് കേസാണ്? ശ്രീധരനാണെങ്കിൽ എന്റെ പേരിൽ ഒരു കേസുമില്ല. അങ്ങനെ ഒരു കേസുമില്ലാത്തൊരു കേസ് കേട്ടായിട്ട് നിൽക്കുകയാണ് ഞാൻ. കൺഫ്യൂഷനായോ? ആര് പറഞ്ഞു കേസില്ലെന്ന്? നിന്നോട് ആര് പറഞ്ഞു ആന ഇവിടെ കയറ്റാൻ? അയ്യോ ശ്രീധരേട്ടൻ എന്താണ് ഈ പറയണത്? നമ്മൾ തമ്മിൽ എഴുതി ഒപ്പിട്ട ഒരു ഉടമ്പടിയില്ലേ, അതിനകത്ത് ഈ വ്യവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. ഒന്ന് വായിച്ചുകൂടെ സാമിയണ്ണ? വെങ്കടാചലപതേ, 2006 മാർച്ച് 1-ാം തീയതി 1-ാം പാർട്ടി വില്ലുവാതക്കൽ ശ്രീധരൻ, 2-ാം പാർട്ടി കുഞ്ഞുമോനും തമ്മിൽ എഴുതി ഉണ്ടാക്കിയ മദ്യശാല ഉടമ്പടി കരാർ വായിക്കണ്ട, ആനയുടെ കാര്യം മാത്രം ഈ കരാർ ഉടമ്പടി പ്രകാരം 2-ാം പാർട്ടിയുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, വാഷ് ചെയ്യാനുള്ള സൗകര്യം, ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം, കൂടാതെ വാഹനത്തിന്റെ കാര്യം പറഞ്ഞത് ആനയെ കയറ്റാൻ ആര് പറഞ്ഞു? അയ്യോ സേട്ടാ, ആനയാണ് എന്റെ വാഹനം, മുരുകന് മയിലാണ് വാഹനം, ഗണപതിക്ക് എലിയാണ് വാഹനം, അയ്യപ്പന് പുലിയാണ് വാഹനം, ഈ പാവപ്പെട്ട കുഞ്ഞുമന ആനയാണ് വാഹനം. என்னைக்காவது ஒரு நாள் என் கையில நீ சரியா மாட்டுவ, அன்னைக்கு வெச்சுக்க. അങ്ങനെ ഒരു കേസ് കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുള്ളൂ. ശ്രീധരേട്ടാ, ഞാൻ ഈ ഹോട്ടലിൽ പൂട്ടിക്കെന്ന് പറഞ്ഞത് വെറുതെ അല്ല, ഞാൻ ശരിക്കും പൂട്ടി. നല്ല മണിച്ചിത്രത്തായിട്ട്
മോനെ കുഞ്ഞുമോനെ, നീ ഇന്നു മുതൽ ഒരു വലിയ ബാറിന്റെ മുതലാളിയാണ്. എന്റെ കാറും എല്ലാ സെറ്റപ്പും ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമായി കോഴിക്കോട് പറയുന്നു പോണം, ഒരു അർജന്റ് മാറ്റർ. വിളിച്ചാൽ ഞാൻ ഉടനെ വരും. വിളിച്ചാൽ വരണം. Definitely I will come. എന്നെയാണോ? അയ്യോ, സാമിയാണോ? വെങ്കടാചലപതി. നീ വണ്ടിയുടെ കാര്യമായി നോക്ക്. അല്ല ഏത് വണ്ടി? നമുക്ക് ഏതാ വണ്ടി? ഓ ആന. എവിടെയാണ് ബാറ്? മുകളിൽ. എന്നാ പോക. ഓക്കേ. ബാറ് ജോറാണല്ലോ. നോമിന് ഒരു ആശ ഒന്ന് അങ്ങോട്ട് വീശ. സ്വന്തം മാറുന്ന നോം ഇതുവരെ വീശിട്ടില്ല. അതെ, സ്വന്തം കാശിന് ഞാൻ ഇതുവരെ വീശിയിട്ടില്ല. ഒരു ലാർജ് ഒഴിക്ക. ഒരു ലാർജ് അപ്പൊ എനിക്കില്ലേ? ഓണർ ഫസ്റ്റ്, ലേബർ സെക്കൻഡ്. വെള്ളം ഒന്നും ഒഴിക്കണ്ട, എന്റെ ഗുണങ്ങൾ അങ്ങോട്ട് പോവേ. ഇതിനെന്താ വില? 250 രൂപ. 250 രൂപയാ? മനുഷ്യന്റെ കാലിൽ കൂടി മുട്ടി പോവല്ലോ. എന്റെ കർത്താവേ. ഓ, എന്നെ വിളിച്ചാവോ? വിളിച്ചാന്നാ? ഇയാളാരാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? അപ്പൊ കർത്താന്ന് വിളിച്ചാ തന്നെയല്ലേ? കുഞ്ഞുമോനെ, കർത്താന്ന് പറഞ്ഞ ഇയാളുടെ പേരാ രാമൻ കർത്ത. ഓ, കറുത്ത. അപ്പൊ ഇയാള് വെളുത്തായിരുന്നെങ്കിൽ ഇയാൾ രാമൻ വെളുത്താന്ന് വിളിക്കുമായിരുന്നു. ആ കർത്തല്ലേ ഈ കർത്ത. ഓ, ഇത് കർത്താവ് കർമ്മങ്കരിയാണ് കർത്ത. അങ്ങനെ പറയാ. അതിന് ഇയാള് മറ്റേ സെറ്റല്ലേ? എടോ, താനെന്താ കാലമായി? പഴയ കാലം. ഷൂ പുതിയതാ. എടോ കർത്താവേ, ഒരു പെഗിന് 250 രൂപ. ഓ, പുറത്തൊരു ഫുള്ളിന് 250 ഉള്ളൂടോ. ഇത് ലോക്കൽ ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഈ റേറ്റ്. ബാക്കിയെല്ലാം നല്ല വിലയാ. ഇതെന്ത് വിലയിടൂ? ഇത് സാധാരണക്കാർ താങ്ങുവാ? അതായത് സാധാരണക്കാരുടെ ഒരു താങ്ങാണ്. ശരിടാ, ഇത് സ്റ്റാർ ഹോട്ടലാ. ലോക്കൽസ് ഇവിടെ കയറിയാൽ ഈ ഹോട്ടലിന്റെ സ്റ്റാൻഡേർഡ് പോകും. അതല്ലേ നമ്മൾ 10 ഇരട്ടി വില വാങ്ങുന്നത്. ശത്രുവേ, നമ്മുടെ മാറി പെഗിന് 20 രൂപ മതി. അതാണ് എന്റെ ഒരു ഇത്. പറ്റില്ല. പറ്റല്ലേലും ഇല്ല. ആ പറ്റല്ലോടോ, വില കുറക്കാൻ പറ്റില്ല. എന്റെ മാറി പെഗിന് എന്ത് വില ഞാൻ തീരുമാനിക്കും. മാത്രമല്ല, ഒരു പെഗിന് ഒരു പെഗ് ഫ്രീ. ഈ ഹോട്ടൽ മുഴുവൻ ലോക്കൽസ് കയറി നിരങ്ങും. എടോ, ഇത് ലോക്കൽസിന് വേണ്ടി ഒരു ലോക്കൽ നടത്തുന്ന ഒരു ലോ ക്ലാസ് ബാറാണ്. ഇവിടെ ലോക്കൽസ് മാത്രം കയറിയാൽ മതി. ഈ ബാറ് സൂപ്പർ ഹിറ്റ് ആകും. ആദരണീയരായ കുടിയന്മാരുടെ ശ്രദ്ധയ്ക്ക് ഇതാ കുടിച്ചു വാഴ്വെക്കുവാനൊരു സുവർണാവസരം. കൊച്ചി പട്ടണത്തിന് എന്നും അഭിമാനിക്കാനായി ഏറ്റവും വിലക്കുറവിൽ ഒരു ബാർ തുറന്നിരിക്കുന്നു. 5 സ്റ്റാർ ഹോട്ടൽ രാജ് പാലസ്. കുടിച്ചു വാഴ്വെച്ച് അവസരാകുന്നവരെ വീട്ടിലെത്തിക്കുവാനുള്ള ഹോം ഡെലിവറി സജ്ജീകരണവും ഉണ്ടായിരിക്കുന്നതാണ്. മറ്റൊരു അട്രാക്ഷൻ, ഓരോ പെഗ് വാങ്ങുമ്പോഴും ഓരോ കോഴിമുട്ട ഫ്രീ ഫ്രീ ഫ്രീ. ഇവിടെ ചോദിക്കാം, ഈ ബാർ എവിടാ? മോളാടോ, അതിന് നീ എന്തിനാണ് ചൂടാവണേ? നീ സായിപ്പാന്ന് ഞാൻ നോക്കിയില്ല. കയ്യിലെ കാശ് കൊടുത്തിട്ട് കുടിക്കാൻ വന്നാണ്, അല്ലാതെ ഓശാരം കുടിക്കാൻ വന്നല്ല. എന്താണ് ചേട്ടാ, എന്താണ് പ്രശ്നം? അതെ, ബാർ എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഈ നായിന്റെ മോന് പറയാനൊരു മടി. ആഹാ, ചേട്ടനൊരു കാര്യം ചെയ്യും. ഈ കോഴിപ്പടിക്കാരൻ നേരെ വലത്തോട്ട് പോയാ അവിടെ ബാറെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് കയറി. ഇപ്പൊ മനസ്സിലായി. പിന്നൊരു കാര്യം, ഹോട്ടൽ നിങ്ങളുടെ ആണെങ്കിലും ബാറിന്റെ ആണ്. എന്റെ ബാറിൽ കുടിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിനോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. കൂട്ടില്ലെങ്കിൽ ഊട്ട് വരെ കാണിച്ചു കൊടുത്തൂടെ? നമസ്കാരം, സാറാണോ ഈ ബാറിന്റെ മുതലാളി? അതെ, എന്താ പ്രശ്നം? കുടിവെള്ള പ്രശ്നം. സാറിന്റെ ബാറിലെ സ്റ്റാഫ് എന്നെ ചവിട്ടി പുറത്താക്കി സാർ. ശരിക്കും? ശരിക്കും. ചേട്ടന്റെ പേരെന്താ? പുന്നൂസ് ചേട്ടൻ. അങ്ങനെ നമുക്ക് കേട്ടു. ഈ പുന്നൂസ് ചേട്ടന് ബ്രാൻഡ് കൊടുക്കലെന്ന് പറഞ്ഞു. എന്താണ്? ഇപ്പൊ തന്നെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇനി ഒരു തുള്ളി അടിച്ച് ഇവിടെ ശിവദാന്റെ പാടും ആളും വെക്കും. ഉറപ്പാണ്? ഉറപ്പ്. എന്നാ എന്റെ ചിലവ് ഈ പുന്നൂസ് ചേട്ടൻ ഒരു 2 എണ്ണം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആ 5 സ്റ്റാർ ഹോട്ടലിനെ ലോബിയിലായിട്ട് ഇറക്കി വിടും. അതെന്തിനാ? അവിടെ ചെന്നിട്ട് ഒരു ഇതുണ്ട്. ഇവരെ കിട്ടിയതെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആക്കായിരുന്നു. വെൽക്കം സാർ. സിനിമാറ്റിക് ഡാൻസാ. സത്യം പറയാലോ, നല്ല താളമാ. നമുക്ക് ന്യൂ ഇയറിന് ബുക്ക് ചെയ്യാം. ചീപ്പാ. സെക്യൂരിറ്റി. എന്റെ സുഹൃത്താണ്, എന്റെ ഫ്രണ്ട്. അതിനെവിടെ കിടന്ന് എങ്ങ് പോക്കറിച്ചോടെ കാണിക്കാന്നോ? കാണിക്കാമല്ല.
ശത്രു എന്തോ? ആ എഗ്രിമെന്റ് എടുക്കും പേജ് നമ്പർ 6 8ാമത്തെ പാരഗ്രാഫ് 3ാമത്തെ വരി. മുതലാളിക്കും മുതലാളിയുടെ ഫ്രണ്ട്സിനും ഹോട്ടലിൽ സ്വൈരവിഹാരത്തിന് അനുമതി. മതി മതി. പോരെ ഒരേ എന്റെ എഗ്രിമെന്റ് അങ്ങനെ ലംഘിച്ച എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. സെക്ഷൻ 203 പ്രകാരം മുതലാളി അകത്താവും. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ഈശ്വര, അയ്യോ അതല്ല, ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഈ ഹോട്ടലിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോന്നോ? ആ? ഇവിടെ ഉണ്ടായിരുന്ന 10ഓളം ഫാമിലീസ് റൂംസ് വെക്കേറ്റ് ചെയ്തു. ഇവിടെ വെച്ച് നടത്താനിരുന്ന ലയൺസ് ക്ലബിന്റെ ആനുവൽ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. 2 മാരേജ് ഫംഗ്ഷൻ മറ്റൊരു ഹോട്ടലിലേക്ക് മാറ്റി ചാർട്ട് ചെയ്തു. എന്റെ ദൈവമേ, എനിക്ക് സന്തോഷമായി. വീട് എവിടെ? നല്ല സാധനം വരുന്നുണ്ട് കേട്ടാ. നിന്നെ ശരിയാക്കട്ടെ. ഒരു പരട്ട കൂളിംഗ് ഗ്ലാസും വെച്ച് അവൻ ആ ബാർ കൗണ്ടറിൽ നിൽപ്പുണ്ട്. ഓക്കേ, താനും വാ. അയ്യോ വേണ്ട, 2 കാലം കൂടി പോയാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ജോസഫ് സാർ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കണേ. എന്താ വേണ്ട അവിടെ? കഴിച്ചോണ്ടിരിക്കും. ആരവിടെ വാള് വെച്ചത്? പിന്നെ കച്ചവടം ഇല്ലാതിരിക്കും. ഈ ഒരു എലിമെന്റ് കണ്ടിട്ടാണോ നിങ്ങൾ എല്ലാരും ഇത്ര പേടിക്കുന്നേ? കുട്ടിക്കയാൾ ഒന്നുമല്ലേ? എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. കുട്ടി ആളെ കാണും പോലെയല്ല സ്വഭാവം. കച്ചറയാ, തനി കച്ചറ, കച്ചറ പാർട്ടി. എടോ, ഇയാളെ ഇവിടുന്ന് തുരത്താനുള്ള ആയുധം എന്റെ കയ്യിലുണ്ട്. ഹലോ ഹലോ, ഞാൻ ലക്ഷ്മിയാ. ഏത് ലക്ഷ്മി? എന്നെ ഇത്ര വേഗം മറന്നോ? ഓ, പാളയം ലക്ഷ്മി. ഏത് പാളയം ലക്ഷ്മി? ഇതേ കോഴിക്കോട്ടുള്ള ഒരു കുറ്റി. രാത്രി വർക്കും കഴിഞ്ഞ് വന്ന തട്ടുകടയിൽ വന്നൊരു തട്ടുണ്ട്. എടീ, നീയൊന്നും എന്റെ മൊബൈലിൽ വിളിക്കണ എനിക്ക് ഇഷ്ടമല്ല. ഫോണ് യു ആർ മിസ്റ്റേക്കൻ. പാളയം ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്മിയല്ല, ഞാൻ ലക്ഷ്മി മേനോൻ. എന്നെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷ്മി ഗുലാന്റെ കള്ളക്ക. എനിക്കൊന്ന് കാണണം, വളരെ അത്യാവശ്യമായിട്ട്. എന്താണ് ഇത്ര അത്യാവശ്യം? അതൊക്കെ പറയാം. എവിടെ ഉണ്ട് ഇപ്പൊ? ഞാനിപ്പോ എറണാകുളത്തൊരു ഹോട്ടലിലുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇപ്പൊ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ എന്താ, എവിടെ വരണം? സമ്മർ ബ്രിഡ്ജിൽ. ഞാൻ ദേ അവിടെ എത്തിക്കഴിഞ്ഞു. എന്റെ ലൂർദ് മാതാവേ, ഞാൻ എന്തായി കാണുന്നത്? ആരാണ് ഈ കാണുന്നത്? നമ്മൾ തമ്മി വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. എന്തിനാണ് വിളിപ്പിച്ചത്? ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട ഒഴിവ് പറയോ? കാര്യം അറിയാതെ എങ്ങനെയാണ് ഒഴിവ് പറയണത്? എനിക്ക് വാക്ക് തന്നാലേ കാര്യം പറയൂ. അയ്യേ, കുട്ടി വിചാരിക്കണ പോലെ ഞാൻ ആ ടൈപ്പല്ല. ഏത് ടൈപ്പ്? അതായത് ഒരു അവിവാഹിതനായ ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് വാക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഞാൻ അപ്പനോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ. നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തിട്ട് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായി പോയി കഴിഞ്ഞാൽ കാരണവന്മാര് ചോദിക്കാനും പറയാനും വേണ്ടേ? അയ്യോ, ഞാൻ അതൊന്നല്ല പറയാൻ വന്നത്. അല്ലേ? അല്ല, നമ്മള് വെറുതെ ആലോചിച്ച് കാട് കയറി. നമ്മളല്ല, നിങ്ങള്. അതെ, ആ കൈങ്ങാട്ട് വന്ന് ഞാൻ വാക്ക് തന്നിരിക്കണം. പറഞ്ഞോ. ഞങ്ങൾക്കിവിടെ എറണാകുളത്ത് ഒരു ഹോട്ടലുണ്ട്. തട്ടുകടയായിരിക്കും. അല്ല, 5 സ്റ്റാർ ഹോട്ടൽ, ഹോട്ടൽ രാജ് പാലസ്. അവിടെ ഞങ്ങളുടെ ബാറ് ഈയിടെ ഒരുത്തൻ ലീസിലെടുത്തു. അത് ലോകത്ത് എങ്ങും ഇല്ലാത്തൊരു എഗ്രിമെന്റ് വെച്ച്. ഓ, ഇവളാ ഉണ്ണിത്താന്റെ മകളാണല്ലേ. അവന്റെ പേര് അറിയോ? ഇവനൊക്കെ എന്തെങ്കിലും പേര് കാണുമല്ല. ഒരു വൃത്തികെട്ട പേരാ. ആ കുഞ്ഞുമോൻ. അയാളുടെ പേരാ കുഞ്ഞുമോൻ. ഇവനെ പോലെയാണ് അവന്റെ പേര്. കുഞ്ഞുമോൻ തന്നെ ആയിരിക്കും. ഒരു മരക്കഴുതയുടെ മോന്തയാ. ആളെ ശരിക്കും കണ്ടിട്ടുണ്ടോ? പിന്നെ stupid bloody country waste fellow. അല്ല, അയാളെ തെറി പറയണതല്ലാതെ കാര്യത്തിലേക്ക് ഇതുവരെ കടന്നില്ല. കം ടു ദ പോയിന്റ്. അയാള് കാര്യമില്ലാത്ത ഏതോ കാര്യത്തിന് ഞങ്ങളോട് പക വീട്ടാൻ ഇറങ്ങിയിരിക്കാ. ഞങ്ങളുടെ ഹോട്ടലിന്റെ സ്റ്റാറ്റസ് കളഞ്ഞ അവനോട് എനിക്ക് തീരാത്ത വെറുപ്പാ. ശവം. അവനെ കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചിട്ട് പോരെ അത്രക്കങ്ങാട്ട് വെറുക്കാൻ. അവന്റെ കയ്യിൽ നിന്ന് എഗ്രിമെന്റ് തിരിച്ചു മേടിച്ച് അവനെ അവിടുന്ന് തല്ലി ഓടിക്കണം. ഗുലാനെ കൊണ്ടേ അതിനെ കഴിയൂ. എന്നെ സഹായിക്കില്ലേ? വലിയൊരു കുനിഷ്ട് പിടിച്ച കേസായി. അവനെ അങ്ങോട്ട് ഒതുക്കാന്ന് പറഞ്ഞ അത് അത്ര എളുപ്പമല്ല. എനിക്ക് വാക്ക് തന്നതാ. ഇതാ ഞാൻ പറഞ്ഞ ഞാൻ ഒരു പെണ്ണിന് വാക്ക് കൊടുക്കലെന്ന്. ഇപ്പൊ എന്നെ സഹായിച്ചാ ഗുലാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ഞാൻ തരും. പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ഇട്ടിട്ട് എന്ത് കാര്യം?
പ്രതീക്ഷിക്കുന്ന ഗിഫ്റ്റ് കിട്ടണ്ടേ? ആള് മോശമല്ലല്ലോ. അപ്പോ കുഞ്ഞുമോനെന്ന യൂസ്ലെസ്സിനെ ഒതുക്കുന്നു, നമ്മൾ തമ്മിൽ കാണുന്നു, ഗിഫ്റ്റ് കൈമാറുന്നു. അതുവരേക്കും ഒരു ചിന്ന ബ്രേക്ക്. അല്ല, ഹോട്ടലിൽ പണിയില്ലാതിരുന്ന് രണ്ടുപേർക്ക് പൊടി പിടിച്ച് മാറാല കയറുന്നതിന് മുമ്പ് ഇവിടുന്ന് മാറാൻ നോക്ക്, എന്നിട്ട് വേറെ എവിടെയെങ്കിലും കയറാൻ നോക്ക്. ഇങ്ങോട്ട് പോണം. റെക്കമെൻഡ് ചെയ്യാം. അത് പറഞ്ഞപ്പോ ചിരിക്കണം. ഈ ഉണ്ണിത്തരൊരു മകളുണ്ടാ? ഉണ്ട്, പക്ഷെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഒരു പപ്പട മോറി. ഞാൻ അവളുടെ മുഖത്ത് മാത്രം നോക്കിയിട്ടില്ല. എന്നാ ഇത് അവിടെ തന്നെ സംശയമില്ല. ഇവളെയാണല്ലോ എന്റെ കർത്താവ് വിശ്വസിച്ച് ഞാൻ താലോലിച്ച് ഓമനിച്ച് ഉമ്മ കൊടുത്ത് കോഴിക്കോട് നിന്ന് ഇവിടം വരെ സേഫ് ആയിട്ട് കൊടുത്ത് ആക്കിയത്. ഈ പണ്ടാരെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റച്ചോട്ടിൽ കൊന്നു കളഞ്ഞേനെ. എനിക്കൊന്നും മനസ്സിലാവും. എടാ, ഇവിടുത്തെ ഒഴിയാബാധ ആരാണ്? ഞാനല്ലേ? അതെ. ഈ ഒഴിയാബാധനെ ഒഴിപ്പിക്കാൻ അവളെ എന്നെ തന്നെ ഏൽപ്പിച്ചേക്കണത്. ഞാനാര്? അവളെ ഞാൻ പഠിപ്പിക്കൂടാ. അവള് കോളേജിലും സ്കൂളിലും LKG പഠിക്കാത്ത പാഠങ്ങൾ ഞാൻ അവളെ പഠിപ്പിക്കും. ഞാനാരാ മോശം നമുക്ക് അറിയില്ല. അലർച്ച കേട്ടില്ലേ? ഈ ആനക്കാരൻ എവിടെ പോയി? ആനക്ക് വല്ല ചായ പരിപ്പൂടെ ബീഡിയെ മേടിക്കാൻ പോയിക്കാന്ന് തോന്നുന്നു. കെട്ടിയിട്ടില്ല, പിന്നെ ഇങ്ങനെ അഴിച്ചുവിടാ. തന്നൊക്കെ എന്തിനു കൊള്ളാം. സ്റ്റുപ്പിഡ്. ഓ കുട്ടി വേണ്ട, ആന അല്പ പെശക. കുട്ടി വേണ്ട, അതെ ആന ചവിട്ടിയ കൈയും കാലും മുറിയും. അയ്യോ, മുമ്പിൽ മാറി കുട്ടി. ഇത് ആനക്ക് ഭ്രാന്ത് പിടിച്ച ചങ്ങലക്കിട, ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച എന്ത് ചെയ്യും? അതെ, ഞാൻ ചവിട്ടും. അച്ഛനടപെടാൻ പോണ്ട. ആന അവളെ കൊന്ന കുറ്റം നമുക്കില്ലല്ലോ. എന്തൊരു ബുദ്ധി സാറിന്റെ സമയം ബെസ്റ്റ്. ശുക്രനാ ശുക്രൻ. നീ അറിഞ്ഞോടാ ആനയുടെ മതം പൊട്ടിട്ട്? ഉന്നം തെറ്റി, ആനയുടെ ഉന്നം കറക്റ്റ്. പക്ഷെ സാറിന്റെ ശുക്രന് കണ്ടകശനിയുടെ അപഹാരമുണ്ടോ എന്നൊരു സംശയം. എന്തോ നാനേത്? ആന മര്യാദക്കില്ല. മുട്ടാലി വെച്ചൊരു അടിയടിച്ചോണ്ടല്ലോ പറഞ്ഞേക്കാം. ഇതിനിപ്പോ എന്ത് പറഞ്ഞാ മനസ്സിലാവും? ഇതെന്താടാ? എന്ത് പറഞ്ഞിട്ട് ആന പുറകോട്ട് പോകുന്നില്ല? സെറ്റ് റൈറ്റ്, ആകെ പീച്ചെ നീച്ചെ ഊപ്പർ. ഈ ആനക്ക് റിവേഴ്സ് ഗിയർ മാത്രം മനസ്സിലാവുന്നു. ആന ഇറങ്ങി വരുന്ന എന്തേലും ഒന്ന് പറ. ഇങ്ങനെ ജീവൻ പണയം വെച്ച് ആലോചിക്കാതെ എന്തേലും ഒന്ന് പറവൂലാനെ. ഞാൻ എന്തൊരു തലപ്പ് തിളക്കണത്, എന്തൊരു തുടുപ്പ് തുടിക്കണത്. ഞാൻ പുറകോട്ട് പോയി ഇല്ല, ചെവളെ കുത്തി കീറിക്കളയും കേട്ടാ. ആനക്ക് എന്താ പിടിയിട്ടിതാ കണ്ണടിച്ച് കാണിച്ച് എന്നെ നിനക്ക് അറിയാഞ്ഞിട്ടാണ് കേട്ടാ. പ്യാട്ടത്തലകർ കൊട്ടടിച്ചു തന്നല്ലോ. ഞാൻ കേട്ടാ കേട്ടാ. ആന പോയി. ഇങ്ങനെ പറഞ്ഞ പുറകോട്ട് പോകുന്ന എങ്ങനെ മനസ്സിലായി? ഇനി ഇവന് റിവേഴ്സ് ഗിയർ ഇടാൻ പഠിപ്പിച്ചത് പാച്ചല്ലൂരുടെ പാച്ചൻ പാപ്പനാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. ആണോ? ഞാൻ ആര് പൊന്നുമോൻ. പിന്നല്ലാതെ ഗുലാനെ സമ്മതിച്ചു. ഗുലാന്റെ താങ്ക് യു. ഞാൻ എന്റെ പണി തുടങ്ങി. ഇനി എല്ലാം പെട്ടെന്നായി. എന്തെങ്കിലും പറ്റിയില്ല. ഇതെന്റെ ഫ്രണ്ടാ മിസ്റ്റർ ഗുലാൻ. നമസ്കാരം. ഹലോ. അത് ശരി, ഈ ഹോട്ടലിൽ താർക്കാൻ വന്നവനാണോ മോളുടെ ഇപ്പോഴത്തെ ഫ്രണ്ട്? ഇവനാണ് നമ്മുടെ ബാർ ലീസിനെടുത്ത സാക്ഷാൽ കുഞ്ഞുമോൻ. ലക്ഷ്മി തമ്പുരാട്ടി, അവരോട് തർക്കിച്ച് സമയം കളയണ്ട. ഞാൻ തന്നെയാണ് കുഞ്ഞുമോൻ, ഞാൻ തന്നെയാണ് ഗുലാൻ. ഈ ഗുലാൻ, ഈ ഗുലാൻ. കുഞ്ഞുലക്ഷ്മിയമ്മ ഈ സ്റ്റാർ ഹോട്ടലിന് മുമ്പിൽ ഒരു തട്ടുകട കണ്ടിട്ടുണ്ട്. അതെന്റെ അപ്പന്റെയാണ്. അത് ഇവരെല്ലാരും കൂടെ അടിച്ച് തകർത്ത്. പകരം ഈ ഹോട്ടലിൽ പൊളിച്ചടുക്കിക്കൊള്ളാന്ന് ഞാൻ ഇവരോട് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് എനിക്ക് ആ വാക്ക് പാലിക്കണം. ഞാൻ ഇവിടെ കിടന്ന് അഴിഞ്ഞാടും.